കമലേശ്വരത്ത് അമ്മയും മകളും മരിച്ച കേസിൽ പ്രതി ഉണ്ണികൃഷ്ണന് നേരെ ചുമത്തിയിരിക്കുന്ന കേസുകൾ ഗാർഹിക പീഡനവും ആത്മഹത്യാ പ്രേരണ കുറ്റവുമാണ്. പോലീസിന്റെ ഇപ്പോഴത്തെ ശ്രമം മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്ത് സത്യം പുറത്തു കൊണ്ടുവരണം, അതാണ്. എന്നാൽ ഈ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിയുടെ അനിയൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയൻ പറയുന്നത് തൻ്റെ സഹോദരൻ നിരപരാധിയാണെന്നും അതുപോലെ തന്നെ ഗ്രീഷ്മയുടെ അമ്മ സജിതയുടെ അമിത വാത്സല്യമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതും എന്നാണ് അനിയന്റെ വാദം. പ്രതിയുടെ അനിയനായ BM ചന്തു പറയുന്നത് അവർ ഹണിമൂണിന് പോയ സമയത്തിന് പോലും നിരന്തരമായി ഗ്രീമയുടെ അമ്മ വിളിക്കുകയും അതുപോലെ തന്നെ എപ്പോഴും ഗ്രീമ ലൗഡ് സ്പീക്കറിലാണ് സംസാരിക്കുന്നത്, നിസാരമായ കാര്യങ്ങൾ പോലും തീരുമാനമെടുക്കുന്നത് പിന്നെ അവരുടെ അമ്മയാണെന്നും ഇതൊക്കെയാണ് ഇവരുടെ ദാമ്പത്യത്തിൽ വിഷയമുണ്ടായത് എന്നൊക്കെയാണ് അനുജൻ വാദിക്കുന്നത്. അതുപോലെ ഉണ്ണികൃഷ്ണൻ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഗ്രീമയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നു. അതും തീർത്തും നിഷേധിക്കുകയാണ് അനുജൻ. അതിന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2016 മുതൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടിയാണ് PhD ചെയ്തതെന്നും അതുപോലെ അയർലൻഡിലായിരുന്നു, ട്രിനിറ്റി കോളേജിലായിരുന്നു PhD ചെയ്തത്. അതെല്ലാം സ്കോളർഷിപ്പോടെയാണ്, അല്ലാതെ സ്ത്രീധനം ഒന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നുമാണ് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ 200 പവനാണ് അന്ന് കൊടുത്തത് കല്യാണത്തിന്. അത് എവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റാണ്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും വാട്സപ്പ് ചാറ്റാണ്. ഇദ്ദേഹം കല്യാണത്തിന് മുന്നേ അദ്ദേഹത്തിന് ആണുങ്ങളോടായിരുന്നു താല്പര്യം. അങ്ങനെ ഒരു താല്പര്യമുള്ള ആൾ എന്തിനാണ് ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നതെന്നാണ് ജനങ്ങളൊട്ടാകെ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യൻ. കല്യാണം കഴിഞ്ഞ് ഏകദേശം 25 ദിവസത്തോളം മാത്രമേ ഇവർ ഒന്നിച്ച് ജീവിച്ചിട്ടുള്ളൂ എന്നും അതിൽ കൂടുതൽ സമയവും പിന്നെ അമ്മയോട് ചെലവഴിക്കാനായിരുന്നു ഗ്രീമയ്ക്ക് താല്പര്യം. അതായത് ഒരു ദിവസം 24 മണിക്കൂർ തികച്ചും താമസിച്ചിട്ടില്ലെന്നും അനുജൻ എടുത്തു പറയുകയാണ്. പക്ഷേ ഈ ഉണ്ണികൃഷ്ണന്റെ ആൺ സുഹൃത്തുക്കളോടുള്ള സ്നേഹം അല്ലെങ്കിൽ അടുപ്പം, അതിന് വേണ്ടിയിട്ട് പല രീതിയിലും പല കള്ളത്തരങ്ങളും പറഞ്ഞ് മുങ്ങി നടക്കുമായിരുന്നു ഉണ്ണികൃഷ്ണൻ. അതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഗ്രീമയെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞു, അതുപോലെ വേണ്ട എഡ്യൂക്കേഷൻ ഇല്ലെന്നും പറഞ്ഞു. MPhilകാരിയാണ് ഗ്രീമ, എന്നിട്ട് പോലും പല രീതിയിലും താട്ടിക്കെട്ടി പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ സൈഡ് വിജയിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരു പക്ഷേ. ഏകദേശം 6 വർഷത്തോളം ഈ കുട്ടി ഈ ഒരു മാനസിക വിഷമം ഉള്ളിൽ കൊണ്ട് നടന്നിരുന്നു. 25 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം അവിടുന്ന് മുങ്ങുവാണ്. 6 മാസം കഴിഞ്ഞ് വരും, അതുവരെ എന്നെ കോൺടാക്ട് ചെയ്യില്ലെന്ന് വിളക്കിക്കൊണ്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നിട്ട് പോയതിനു ശേഷം പിന്നീട് ഒരു വിവരവും ഇല്ല. പിന്നീട് ഫോണിൽ വിളിക്കുമ്പോൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അടികൂടുന്ന ഒരു അവസ്ഥയാണ് ഓരോന്നും പറഞ്ഞു. അപ്പം ഈ ഗ്രീമ എന്ന് പറയുന്ന കുട്ടി എത്ര നല്ല ഒരു സ്വഭാവക്കാരി ആയതുകൊണ്ടാവണം ഇത്രയും കൊല്ലം, ഏകദേശം 6 വർഷം പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 25 ദിവസമാണ് ഒന്നിച്ച് ഇത്രയും വർഷം ക്ഷമയോടെ കാത്തിരിക്കണമെങ്കിൽ ആ കുട്ടി എത്ര മര്യാദക്കാരി ആയിരുന്നിരിക്കാം. പക്ഷേ ഇവിടെ ഗ്രീമ ചെയ്യേണ്ട ഒരു ആവശ്യം ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എപ്പോഴും ഡിവോഴ്സാണ് ഏറ്റവും നല്ലത്. അത് വീട്ടുകാരുടെ വിഷയം പറയാം, ഡിവോഴ്സ് ചെയ്യുക, അന്തസ്സായിട്ട് അടിപൊളിയായിട്ട് വേറെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നതായിരുന്നു ഏറ്റവും ഉത്തമമായ മാർഗ്ഗം. ഒരു സൊല്യൂഷൻ അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സൊല്യൂഷനിലേക്ക് പോകാതെ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവില്ല. പല ആവർത്തിയും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒട്ടും സഹിക്കാൻ വയ്യ എങ്കിൽ നമുക്ക് ഫ്രണ്ട്സിനോടാണെങ്കിലും കുടുംബത്തോടാണെങ്കിലും അത് പറഞ്ഞിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തി രക്ഷപ്പെടുക എന്നതിന് അപ്പുറം എന്തിനാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഒപ്പം അമ്മയും ആ ഒരു വഴി തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ പലരും പറയുന്നത് അവർക്ക് അത്രയ്ക്കും മാനസിക സംഘർഷമാണ്, അവർക്ക് ഇതിനോട് പൊരുതി നിൽക്കാനുള്ള ഒരു മാനസിക കപ്പാസിറ്റി രണ്ടുപേർക്കും ഇല്ലായിരുന്നു എന്നാണ് പലരും ന്യായീകരിക്കുന്നത്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, നഷ്ടം നിങ്ങളുടെ കുടുംബത്തിനും മാത്രം. ഗ്രീമയുടെ അച്ഛൻ ഇതെല്ലാം കണ്ട് മാനസികമായി ഭയങ്കര വേദനയോടെ മരിച്ചു പോവുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഇവരുടെ അമ്മയുടെയും മകളുടെയും മരണം. നഷ്ടം കുടുംബത്തിന് മാത്രം, കണ്ടുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കോ അതേപോലെ ഉണ്ണികൃഷ്ണനോ ഒന്നുമല്ല നഷ്ടം, അത് ഓർത്താൽ നന്ന്.